ഹലോ ഫുഡീസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നമ്മുടെ ചെറുപയർ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 1/4 ഗ്ലാസ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു 2 വട്ടം കഴുകി ഒരു 3 മണിക്കൂർ നമുക്ക് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിയെടുക്കണം. അതിനുശേഷം ഇതിലെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് ഉണങ്ങി കിട്ടണം. നമ്മളിത് മിക്സിയിലിട്ട് ഇനി പൊടിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് പൊടിഞ്ഞ് കിട്ടുന്ന പാകത്തിന് നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതൊരു ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇതൊന്ന് അരിച്ച് ഒരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ച് നിങ്ങൾക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ അരിക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ അല്പം ഉപ്പ് വെള്ളത്തിലൊന്ന് കലക്കി ആ വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നനച്ചെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് നനച്ചെടുക്കാം. അല്പാൽപ്പം വെള്ളം ചേർത്ത് നമുക്കൊന്ന് നനച്ചെടുക്കണം. സാധാരണ പുട്ടുപൊടി നനയ്ക്കുന്ന ആ ഒരു രീതിയിൽ വേണം നനച്ചെടുക്കാൻ. എനിക്കിവിടെ ഏകദേശം 2 ടേബിൾ സ്പൂണോളം വെള്ളമാണ് വേണ്ടി വന്നിരിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ലൊരു പുട്ടിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ എല്ലാം കഴിക്കാം. കുട്ടികൾക്കും അതുപോലെ തന്നെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഇപ്പോൾ പൊടി ഇവിടെ ഞാൻ നനച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് നമുക്കൊന്ന് നനച്ചെടുക്കണം. ഇനി നമുക്കിത് വെച്ചിട്ട് പുട്ട് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലത്തെ ചിരട്ടപ്പുട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പാത്രത്തിലേക്ക് ചില്ലിട്ട് കൊടുത്തു. അതിനുശേഷം തേങ്ങ ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടി കൂടി ചേർത്ത് കൊടുക്കണം. വീണ്ടും തേങ്ങയിട്ട് കൊടുത്ത് നമുക്കിത് മൂടി വെച്ച് ആവി കെട്ടിയെടുക്കാം. പിന്നൊരു കാര്യം, നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലും ഒരാൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം. ഞാനിതുപോലത്തെ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. കുക്കറിൽ വെള്ളം വെച്ച് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ ആവിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ചെറുപയർ പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് കറി ഉപയോഗിച്ചോ അല്ലാതെയോ കഴിക്കാം. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്.